സ്വഹാബിമാരിങ്ങനെ പാടുകയായിരുന്നു. എന്താ പാട്ട്? നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ നല്ല മക്കളായി ജീവിക്കും. മദ്യപാനത്തിനും വ്യഭിചാരത്തിനും കൊലപാതകങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും ഞങ്ങളില്ല. പലിശേർപ്പാടുകൾക്ക് ഞങ്ങളില്ല. വഞ്ചനകൾക്ക് ഞങ്ങളില്ല. കലാപങ്ങൾക്ക് ഞങ്ങളില്ല. സമാധാനത്തിൻ്റെ സലാമിൻ്റെ ആളുകളാണെന്ന് ഹബീബിന് കൈകൊടുത്തവരാണ് ഞങ്ങൾ. നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ മരിച്ചു തീരുന്നതുവരെ, മരണം സംഭവിക്കുന്നതുവരെ, അന്ത്യശ്വാസം വലിക്കുന്നതുവരെ നന്മയ്ക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ശപഥം ചെയ്തവരാണ് ഞങ്ങൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് മസ്ജിദ് ഖുബായുടെ നിർമ്മാണത്തിന് ഹബീബിൻ്റെ സ്വഹാബിമാരിറങ്ങിയത്, ഹബീബ് തങ്ങൾ ഇറങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിക്ക് ശേഷമാണ് പുണ്യനബി തങ്ങൾ ഇപ്പോൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന നബി തങ്ങളുടെ പള്ളി. ആ പള്ളി നിർമ്മിക്കുന്നത് ഖുബാ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളി എൻ്റെ പള്ളിയാണ് എന്ന് തങ്ങൾ തീരുമാനിച്ചു. തങ്ങളത് വിളിച്ചു പറഞ്ഞു. എല്ലാ പള്ളികൾക്കും മഹത്വമുണ്ട്, എന്നാൽ 3 പള്ളികളുടെ മഹത്വം അതിലേറെയാണ്. ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. പള്ളികളിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ, മഖാമുകളെ കുറിച്ചല്ലായി പറയുന്നത്, സിയാറത്തിനെ കുറിച്ചല്ലായി പറയുന്നത്, പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്ന പള്ളികൾക്ക് മറ്റു പള്ളികളെക്കാൾ സ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഹദീസ് മതി. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ഹബീബിനെ സിയാറത്ത് ചെയ്യരുത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അറിയണം. ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ. അവിടെ ഒരു ഇസ്തിസ്നാ ചെയ്തിട്ടുണ്ട്. മുസ്തസ്നാ മിൻഹു എന്താണ് എന്ന് ഈ അറബി തിരിയുന്ന ആളുകളൊന്ന് മനസ്സിലാക്കണം. അപ്പം തിരിയും. തങ്ങൾ പറയുന്ന ആശയം ഈ ഹദീസ് കൊണ്ടല്ല പറയേണ്ടത്. തെളിവുണ്ടെങ്കിൽ വേറെ പറയേ. ഈ ഹദീസിലൂടെ മഹാന്മാരെ സിയാറത്ത് ചെയ്യരുത് എന്ന് പറയാൻ കഴിയില്ല, പാടില്ല. ഈ ഹദീസിന്റെ അർത്ഥമേ അല്ലാതെ. ഇത് മസ്ജിദുകളെ കുറിച്ചാണ് പറയുന്നത്. ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ അൽ മസ്ജിദിൽ ഹറാം വമസ്ജിദി ഹാദാ വൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാം മക്കായിലെ പള്ളിക്ക് 1,00,000 കൂലി. പിന്നെ മസ്ജിദുൽ അഖ്സായ്ക്ക് 500 കൂലിയുണ്ട്. പിന്നെ എൻ്റെ ഈ മസ്ജിദ് ഹബീബിൻ്റെ നഫ്സിലേക്ക് ചേർത്ത് പറഞ്ഞതുകൊണ്ടാണ് ആ മസ്ജിദിന് ആ സ്ഥാനമുണ്ടായത്. 1000 നിസ്കാരത്തിൻ്റെ പുണ്യമാണ് ഒരു നിസ്കാരത്തിന് ആ പള്ളിയിലുള്ളത്. എന്തുകൊണ്ട്? മസ്ജിദി, ഇത് എൻ്റെ മസ്ജിദാണ്. തങ്ങൾ ഉണ്ടാക്കിയ പള്ളി ഖുബയാണ് ആദ്യം. പക്ഷെ ഹബീബ് എൻ്റേത് എന്ന് ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞതുകൊണ്ടാണ് മസ്ജിദുൻ നബവിക്ക് ആ വലിയ മഹത്വം ഉണ്ടാവാൻ കാരണം. ആ പള്ളിക്ക് 1000 നിസ്കാരത്തിൻ്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന പുണ്യ റസൂലിനോടൊരു സലാം പോലും പറയാതെ നമ്മുടെ നാടുകളിൽ നിന്ന് പുത്തനാശയക്കാരുടെ കൂടെ നടന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിധം ചില ചിന്തകൾ കയറിക്കൂടിയിട്ട് റസൂലുള്ളാഹിനോട് സലാം പറയാൻ പോലും സമയം കണ്ടെത്താതെ കൂലി കിടക്കുന്നത് മക്കയിലല്ലേ, അവിടെ മക്കയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകാം, മദീനയിൽ ഇനി എന്തിനു പോകണം? പോയാൽ തന്നെ ആ പള്ളിയിൽ നിസ്കരിക്കുന്നു, അവിടെ ഖബറുള്ളത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പോലും പുത്തനാശയക്കാരുടെ നേതാക്കന്മാർ കൊടുത്തുവിട്ട ഫത്വകളെ ആസ്പദമാക്കിയിട്ട് ഹബീബിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത വിധം മനസ്സിൽ കിടക്കുന്ന ഈമാനിനെ ഇല്ലായ്മ ചെയ്യുന്ന ആശയങ്ങൾ ബിദ്അത്തിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബിനോട് സലാം പറയാൻ പോകുമ്പോൾ പേടി. ഞാൻ ചോദിക്കട്ടെ, ഈ പള്ളിയിൽ 1000 നിസ്കാരത്തിൻ്റെ കൂലിയുണ്ടാവാൻ കാരണമെന്തേ? മസ്ജിദി, ഇത് എൻ്റെ പള്ളിയാണ് എന്ന് ആരാണോ പറഞ്ഞത് ആ മഹാനെ പോയി കാണാതെ ആ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയി ആ വീട്ടുകാരനോട് നന്ദി പറയാതെ പോകുന്ന പോലെയല്ലേ ഹബീബായ നബി തങ്ങളോട് സലാം പറയാതെ പോകുന്ന ഈ പരിപാടി. 1,00,000 കൂലി മക്കയിലുണ്ട് എന്ന് പറഞ്ഞ് മദീനയിൽ പോവാതെ നാടുവിടുന്നവരെ, ഹജ്ജിന് പോയിട്ട് മദീന പോകാത്തവർ ചിന്തിക്കണം, നിങ്ങൾക്കാരാണ് മസ്ജിദുൽ ഹറാമിന് 1,00,000 കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ചതാരാ?
ആരാ നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചത്? ആരാ നിങ്ങൾക്ക് തവാഫ് പഠിപ്പിച്ചത്? ആരാ നിങ്ങൾക്ക് സഅയ് പഠിപ്പിച്ചു തന്നത്? ഇത് ഹബീബല്ലേ. ആ ഹബീബിനെ അരികത്ത് ചെന്നൊന്ന് സലാം പറയാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ മടിക്കണ്ട. ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടവിടെ. നന്ദികേടിൻ്റെ വഴിയാണത്. ഹബീബായ നബി തങ്ങളോട് സലാം പറയാൻ മടി തോന്നുകയാണോ? ഹബീബിൻ്റെ പേരിൽ സ്വലാത്തിൻ്റെ മജ്ലിസുകൾ, ഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നു വർദ്ധിപ്പിക്കുന്നത്, ഹബീബ് ചെയ്ത പോലെ ഖബറുകളെ സിയാറത്ത് ചെയ്യുന്നത്, ഈ വിഷയങ്ങളൊക്കെ ഇല്ലാത്ത പലതും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ പോലും നിർത്തലാക്കുന്ന വിധം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ബിദ്അത്തിന്റെ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ഇടങ്ങളെ കരുതലോടെ ശ്രദ്ധിക്കണം. കരുതലോടെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. എന്ന് വിചാരിച്ച് ഖുറാഫാത്തുകളോ ദീനില്ലാത്ത വിഷയങ്ങളോ ചെയ്യണമെന്ന ലൈസൻസ് അല്ല ഇത്. ഹബീബായ നബി തങ്ങളും അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളും പഠിപ്പിച്ച മഹിതമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വഴി ഇവിടെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും ചെയ്യുന്നത് സുന്നികളുടെ മേൽ വെച്ച് പിടിപ്പിക്കരുത്. സുന്നികൾ എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. തെറ്റുകൾ പറ്റാം, മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. ആശയങ്ങളിൽ, കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന തെറ്റുകളെ സഹോദര ബുദ്ധിയ തിരുത്തണം. തിരുത്തേണ്ടത് തിരുത്തണം. എന്നാൽ നല്ലതിനെ തിന്മയാണെന്ന് പറയരുത്. നന്മകളെ ഇല്ലായ്മ ചെയ്യരുത്. ഹബീബിനോട് തോന്നേണ്ട മഹബത്ത്, അഹ്ലുബൈത്തിനോട് തോന്നേണ്ട മഹബത്ത് അഹ്ലുബൈത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുമ്പോൾ എൻ്റെ അഹ്ലുബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നും എൻ്റെ അഹ്ലുബൈത്തിലൂടെയാണ് ഇമാം മഹദി തങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അഹ്ലുബൈത്ത് ജീവിച്ചിരിക്കണ്ടേ? എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചിട്ട് എന്തിനാണാവോ ഈ ഭൗതികതയുടെ ചില മറക്കുള്ളിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മനോഹരമായ ആത്മീക തലങ്ങളെ നമ്മൾ എന്തുകൊണ്ട് കാണാതെ പോകുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുൻകസു ഉറൽ ഇസ്ലാമി ഉർവാ. മസ്ജിദുകൾ എന്ന് പറയുന്നത് ദീനിൻ്റെ മഹാഗോപുരങ്ങളാണ്. ദീനിൻ്റെ മഹാഗോപുരങ്ങളാണ്, ഇസ്ലാമിൻ്റെ ആണിക്കല്ലുകളാണ്. ഇതിൽ ഓരോന്നോരോന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന കാലം വരും. കുല്ലമാ നുകിസത് ഉർവത്തുൻ തശബ്ബസൻ നാസു ബില്ലതി തലീഹാ. ആദ്യമായി വരുന്നത് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥ വരും. ഫഅവ്വലുഹൽ ഹുക്മു വആഖിറുഹസ് സ്വലാഹ്. അവസാനമായി നിസ്കാരം വേണ്ട എന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് രാജ്യങ്ങളുടെ നിലപാടുകൾ എത്തുന്ന കാലം വരും. ആദ്യം നഷ്ടപ്പെടുന്നത് ശരീഅത്തിന്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്. അത് കഴിഞ്ഞാൽ നിസ്കാരം വേണ്ടെന്ന് പറയുന്ന അവസ്ഥകൾ വരും. അതുകൊണ്ട് നിങ്ങളുടെ ദീനിൻ്റെ, വിശ്വാസത്തിൻ്റെ, കർമ്മങ്ങളുടെ, ശരീഅത്തിന്റെ തലങ്ങളെ നിങ്ങൾ ശരിക്ക് ബോധിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ഒരു സംസ്കാരമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون. മസ്ജിദിന്റെ പരിപാലനം ചെയ്യേണ്ടത് ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നന്മ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എന്നാൽ ഒരു മസ്ജിദിന്റെ കമ്മിറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ ആ മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പലിശ ഇടപാടുകളോ പലിശയുമായി ബന്ധപ്പെടുന്ന ജോലികളോ ചെയ്യുന്നവരാകരുത്, വഞ്ചന നടത്തുന്നവരാകരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിധം സമ്പാദിച്ചവരാകരുത്. അതാണോ അല്ലയോ എന്ന് അവനവന് മാത്രമേ അറിയൂ. അത്തരക്കാർ സ്വമേധയാ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മാറി നിൽക്കുകയും സജ്ജനങ്ങളും സാത്വികരുമായ നല്ല മനുഷ്യരാണ്,
അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്. അവരാണ് മഹല്ല് കമ്മിറ്റികളായി വരേണ്ടത്, അവരാണ് മസ്ജിദിൻ്റെ കമ്മിറ്റികളിൽ വരേണ്ടത്. അല്ലാത്തവരെ പുറത്താക്കുകയോ നിങ്ങൾ വേണ്ടെന്ന് ജനങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ വിഷമം വരും. പക്ഷേ അതറിയുന്ന ആളുകൾക്കറിയാമല്ലോ എന്നെ ഈ പണിക്ക് പറ്റില്ല എന്ന്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് പടച്ചവന്റെ ആളുകൾ. അവരാണ് മസ്ജിദുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അത് സ്വമേധയാ മനസ്സിലാക്കി മാറി നിൽക്കണം. കാരണം ഇത് മലിനപ്പെടാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഇബാദത്തിൻ്റെ ഇടമാണ്. അള്ളാഹു പരസ്യമായി ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചെയ്യുകയും ആ അമലുകൾ കാശ് കിട്ടുന്നതാണ്, ശമ്പളമുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജോലികൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, ആരെങ്കിലും വഞ്ചിച്ച് സമ്പാദ്യമുണ്ടാക്കിയ ആളുകൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരരുതേ. നിങ്ങളായിട്ടത് ശ്രദ്ധിച്ചാൽ മതി. തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്യാത്ത പോലെയാണ്. മുമ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിർത്തിയതാണ്, നന്നായതാണ്, തൗബ ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അത്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ കമ്മിറ്റികളിലേക്ക് വരാതിരിക്കണം. അതാണ് വേണ്ടത്. എന്തുകൊണ്ട്? ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. മസ്ജിദുകളിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. വളരെ ദൗർഭാഗ്യകരം. എന്താണ് മസ്ജിദ്? അള്ളാഹുവിൻ്റെ മസ്ജിദ് എന്തിനുണ്ടാക്കിയതാണ് എന്ന് പോലും അറിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഇഷ്ടക്കേടുകളോ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് മസ്ജിദിൻ്റെ പുറത്തിറങ്ങി ഒരു ചർച്ചയോ ഒരു സംവാദമോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളോ ചെയ്യേണ്ടതിന് പകരം മെഹ്റാബിലും മിമ്പറിൽ നിൽക്കുന്ന ഖതീബിനെ, ഇമാമ് നിൽക്കാൻ പോകുന്ന ഒരു ഇമാമിനെ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ പറഞ്ഞ് അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ ഉള്ളിൽ അവരെ കയ്യേറുകയോ അടിക്കുകയോ അല്ലെങ്കിൽ സംഘട്ടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അത് ഫോട്ടോ എടുത്ത് ജനങ്ങൾക്കേക്ക് പരസ്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു ഹുർമത്തുള്ള സ്ഥാപനത്തെയാണ് അപമാനിക്കുന്നത്. അതോടൊപ്പം ഈ സംഘട്ടനം ചെയ്യുന്നവരറിയണം നിങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. എത്ര വലിയ തെറ്റാണത്! അതൊക്കെ എവിടുന്നാ നിങ്ങൾ പൊറുപ്പിക്കാൻ പോകുന്നത്? എങ്ങനെ റബ്ബിനോട് മാപ്പ് പറയും? അതിനൊക്കെ പടച്ച തമ്പുരാന്റെ ഇബാദത്തിന് കഅബയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ഭവനങ്ങളെ അപമാനിക്കുന്ന വിധം നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘട്ടനങ്ങൾ എന്താശയമാണ് വിളിച്ചോതുന്നത്? നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആശയം, നമ്മുടെ അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധത, ഒരു ക്ഷമയും സഹനവും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയം കയ്യാങ്കളിയിലേക്ക് മാറുമ്പോൾ നമ്മൾ പരിഹാസ്യരായി മാറുന്നത് ഈ ഉമ്മത്തിനെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഉണ്ടാവരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഫാറൂഖ് തങ്ങൾ പള്ളിയിൽ കച്ചവടത്തിന്റെ ചർച്ച ചെയ്യുമ്പോൾ ആളുകളോട് വന്ന് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ മസ്ജിദാണ്, ഇവിടെ നിങ്ങൾ കച്ചവടത്തിന്റെ കഥ പറയരുത്, ഇവിടെ കച്ചവട വർത്തമാനങ്ങൾ പറയരുത്. വീണ്ടും ചില ആളുകൾ പറയാൻ തുടങ്ങി. വീണ്ടും വന്ന് പറഞ്ഞു കൊടുത്തു, ഇവിടെ നിങ്ങൾ ദുന്യാവിന്റെ വർത്തമാനങ്ങൾ പറയരുതേ, ഇത് അള്ളാഹിന്റെ മസ്ജിദാണ്. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ ആ പണി തന്നെ തുടരുന്നു. അപ്പോഴാണ് മസ്ജിദിന്റെ മുമ്പിൽ തിണ്ണയുണ്ടാക്കി കൊടുത്തു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു തിണ്ണ, ഇരിക്കാൻ പറ്റുന്ന സ്ഥലം പള്ളിന്റെ മുമ്പിൽ. നിങ്ങൾ ഈ ദുന്യാവുമായി ബന്ധപ്പെടുന്ന കച്ചവടമോ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെയോ ജോലിയുടെയോ പൈസയുടെയോ കഥ പറയുകയാണെങ്കിൽ അതാ ആ കാണുന്ന തിണ്ണയിലിരുന്ന് പറയണേ, ഇവിടെ ഇരുന്ന് പറയരുത്. അപ്പോഴാണ് ഇത്തരക്കാർ പുറത്തുപോയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള സംഭവമാണിത്. ജനങ്ങൾ, ചില ആളുകൾ അങ്ങനെയാണ്, കാര്യങ്ങൾ പെട്ടെന്ന് ബോധിക്കില്ല. അവർക്കൊരവസരം അത് ഡൈവേർട്ട് ചെയ്തു കൊടുത്താൽ അവരെ സ്വീകരിച്ചേക്കും. ഉമർ റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി മസ്ജിദിന്റെ മുന്നിൽ ഇരിക്കാനുള്ള തിണ്ണകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
അത് ഉമർ തങ്ങളുടെ വലിയൊരു ഹിക്മത്താണ് റളിയല്ലാഹു അൻഹു. എന്തിന്? ആ വർത്തമാനങ്ങൾ പള്ളിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ. അത്രമേൽ ശ്രദ്ധിക്കേണ്ട ഇടം. അല്ലാഹുവിൻ്റെ മലക്കുകൾ ഗാർഡ് ചെയ്യുന്ന, സുരക്ഷിതമായി അള്ളാഹിൻ്റെ മലക്കുകൾ ഇരിക്കുന്ന ഭവനമാണിത്. മാലാഖമാർ നിസ്കാരത്തിന് ആമീൻ പറയുന്നുണ്ട് ഇമാമിൻ്റെ കൂടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴേ ഇമാം വലല്ലാലീൻ എന്ന് പറയുകയും ഇമാമും എല്ലെ ആമീൻ എന്ന് പറയണം. ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ മഅ്മൂമീങ്ങൾ ഒരുമിച്ച് ആമീൻ പറയണം. കാരണം ഫഇന്നഹു മൻ, ഇമാം ആമീൻ പറയുമ്പോൾ അള്ളാഹിൻ്റെ മലക്കുകൾ ആമീൻ പറയും. റസൂലുള്ളാഹി നിങ്ങൾ പറയാ, ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനോട് ചേർന്ന് വന്നാൽ ആ ആമീൻ പറഞ്ഞ മനുഷ്യൻ്റെ എല്ലാ കഴിഞ്ഞുപോയ ചെറുദോഷങ്ങളും അല്ലാഹു ചോദിക്കാതെ തന്നെ പുറത്തു കൊടുക്കുമത്രേ. മലക്കുകൾ ആമീൻ പറയുന്നതോ ഇമാമ് ആമീൻ പറയുമ്പോൾ അങ്ങനെ ഇൽമുള്ള ആളുകളാണ് ഇമാമ് നിൽക്കേണ്ടത്. ഇമാമ് വലല്ലാലീൻ എന്ന് കഴിഞ്ഞാൽ ചെറിയ ഒരു വഖഫ, ഒരൽപ്പം ഏതാനും 1-2 സെക്കൻഡ് മിണ്ടാതെ നിന്ന്, 1 സെക്കൻഡ് മിണ്ടാതെ നിന്നിട്ട് ആമീൻ, ഉടനെ തന്നെ ഇമാമോടൊപ്പം ആമീൻ. ഒരു കഥ പറയാറുണ്ട് ആലിമീങ്ങൾ. ഒരു ഇശാ നിസ്കാരത്തിന് ജമാഅത്ത്, എന്നും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ദിവസത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. പള്ളിയിൽ പിന്നെ ജമാഅത്തില്ല. ആ ഗ്രാമക്കാരെല്ലാവരും നിസ്കരിച്ചു പോയി. ഇദ്ദേഹത്തിന് ഇശാഇൻ്റെ ജമാഅത്ത് കിട്ടിയിട്ടില്ല. 27 കൂലി കിട്ടുന്ന ഒരു ജമാഅത്ത്. فإن صلاة الجماعة تفضل صلاة الفذ ب27 درجة. ഒറ്റക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായി നിസ്കരിക്കുന്നതും ജമാഅത്തിന് 27 ഇരട്ടി കൂലിയുണ്ട്. അപ്പോൾ ഈ മഹാൻ എന്ത് ചെയ്തുവെന്നോ, ആയിഷ 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു. 27 കൂലിയല്ലേ പോയത്? 27 തവണ രാത്രിയിൽ ആ ഇശാഇനെ ഇദ്ദേഹം മടക്കിയത്രേ. എന്നിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ സ്വപ്നത്തിൽ ആരോ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, 27 തവണ നിങ്ങൾ നിസ്കരിച്ചല്ലേ. എന്നാൽ ഇമാമ വലല്ലാലീൻ എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള കൂട്ടുകാർ ആമീൻ എന്ന് ചൊല്ലിയപ്പോൾ മലക്കുകളുടെ ആമീനോടൊപ്പം ചൊല്ലിയ ആ ഒരു ആമീൻ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. 28 നിസ്കരിച്ചു. ആമീൻ, അത് വല്ലാത്തൊരു പുണ്യമായിരുന്നു. അതുകൊണ്ട് മാലാഖമാരിരിക്കുന്ന ഇടമാണിതെന്ന് മനസ്സിലാക്കണം. ഇമാമിൻ്റെ ദുആഇന് അവർ ആമീൻ പറയുന്നുണ്ട്. നമ്മുടെ മസ്ജിദുകളിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ ഉമ്മത്തിൻ്റെ ഖനം, ഈ ഉമ്മത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. നമ്മുടെ മസ്ജിദ് അലങ്കൃതമായി നിൽക്കുമ്പോൾ ഇത് ബാഹ്യമായ അലങ്കാരമാണ്. ഈ മസ്ജിദിൻ്റെ അലങ്കാരം യഥാർത്ഥത്തിൽ കിടക്കുന്നത് ഇമാമിൻ്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഈ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ വസ്വലാത്തുഹുന്ന ഫീ ബുയൂതിഹിന്ന, ആ പെണ്ണുങ്ങൾ അവരവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാളും കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ, നിങ്ങളോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടല്ല ഈ പറയുന്നത്, ഇത് വിവേചനവുമല്ല. നിങ്ങൾക്ക് കൂലിയാണ് കിട്ടേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ തരുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു തരുന്നുണ്ട്. കൂലി ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായത് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് പള്ളിയിൽ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, സ്വഹീഹാണോ? നിസ്കാരം സ്വഹീഹ. യാത്രക്കാരികളായ പെണ്ണുകൾ നിസ്കരിക്കുന്നുണ്ടാവും, മക്കയിലും മദീനയിലും ചെല്ലുമ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും. നിസ്കാരം സ്വഹീഹാൻ. പക്ഷേ കൂലി കൂടുതൽ കിട്ടുന്നത് എവിടെയാണ്? അവരുടെ വീട്ടിൽ നിസ്കരിക്കുന്നിടത്താണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അത് കൂലി കിട്ടാനല്ലേ പണിയൊക്കെ ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീടാണ് അതിന് ഉത്തമം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. മസ്ജിദിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഫീഹി റിജാൽ, പുരുഷന്മാർ വന്നിരുന്നു പോകുന്ന, പുരുഷന്മാർ ആത്മശുദ്ധി വരുത്താൻ വരുന്ന ഇടമെന്ന് മസ്ജിദിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് പുരുഷന്മാർ മസ്ജിദുകളിൽ വന്നുകൊണ്ട് തന്നെ കഴിയുന്നവർ അങ്ങനെ തന്നെ നിസ്കരിക്കണം.
വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരു പുരുഷന്റെ നിസ്കാരം സ്വഹീഹാണ്. പക്ഷേ ഏറ്റവും വലിയ കൂലി മസ്ജിദിലാണ്. അത് നഷ്ടപ്പെടുത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമിനെയും മുഅദ്ദിനെയും ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കട്ടെ. അഇമ്മതുകും ശുഫആഉകും, നിങ്ങളുടെ ഇമാമുമാർ നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുന്നവരാണ്. ഫഖ്താറൂ മൻ തസ്തശ്ഫിഊന ബിഹി, നിങ്ങൾക്ക് ആരാണ് നാളെ ഷഫാഅത്ത് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾ അവരെ എടുക്കണം. അറിവുള്ള ആളുകൾ, അള്ളാഹുവിന്റെ കിതാബ് പഠിച്ചവർ, ഹബീബിന്റെ സുന്നത്തറിയുന്നവർ, ഈമാനും തഖ്വയുമുള്ള ആളുകൾ അവരായിരിക്കണം ഇമാമത്തിന്റെ ആളുകൾ. അൽ ഇമാമു ളാമിനുൻ വൽ മുഅദ്ദിനു മുഅ്തമനുൻ, ഇമാം ജാമ്യം നിൽക്കുന്ന ആളാണ്, മുഅദ്ദിൻ നിങ്ങൾക്ക് വിശ്വസ്തനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിൽ ഇൽമ പഠിക്കാൻ വന്ന ഏതാനും ചില ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ മദീന പള്ളിയിൽ വന്ന് താമസിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് തോന്നി അവർക്ക് വീട്ടിലേക്ക് പോകാൻ, ഒരു ലീവിന് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് തങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് ചെറുപ്പക്കാർ ഹബീബിന്റെ അരികത്ത് വന്നതാണ് ഇൽമ പഠിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ കാരുണ്യമുള്ളവരാ. മക്കൾക്ക് ഉമ്മയെ കാണേണ്ടി വരും, വാപ്പയെ കാണേണ്ടി വരും, വീട്ടുകാരെ കാണേണ്ടി വരും. അപ്പം മക്കൾക്ക് പഠിക്കാൻ വന്നവർക്ക് ഉസ്താദുമാർ ലീവ് കൊടുക്കും. വീടും വേണമല്ലോ, കുടുംബം വേണമല്ലോ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് ലീവിന് പൊയ്ക്കോളൂ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് വഅമറഹും അൻ യത്തഖിദൂ മസ്ജിദാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം, നിസ്കരിക്കുന്ന ഇടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങളുടെ നാടുകളിൽ. അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ ശരിക്കും പഠിച്ച ആളുകൾ നിങ്ങളിൽ നിന്ന് ഇമാമ് നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാബ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു 14 ദിവസം ഹബീബിന്റെ കൂടെ ജീവിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 ദിവസം ഹബീബിന്റെ കൂടെ ജീവിച്ചു. ആ 14 ദിവസം മക്കയിൽ നബി തങ്ങൾ വന്നപ്പോൾ, ഹജ്ജിന് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ചുണ്ടുകളിലേക്ക് നോക്കി ഹദീസ് പഠിക്കാൻ, ഹബീബിൻ്റെ മജ്ലിസുകളിൽ ഉറക്കമിളച്ചു പോലും ഇരുന്നു കൊണ്ട് ഹബീബിനെ ശ്രദ്ധിക്കാൻ വന്ന മഹാനായ ഉസാബ് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹു 14 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ മക്കയുടെ ഇമാമായി, മസ്ജിദുൽ ഹറാമിൻ്റെ ഇമാമായി പുണ്യനബി തങ്ങൾ നിയമിച്ചു. ആ ഇമാമായ ജോലി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആദ്യം വരെ മഹാനായ ഉസാബ് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹുവാണ് മക്കയുടെ ഖാദിയായി, ഖതീബായി നിന്നത് റളിയല്ലാഹു തആല അൻഹു. മാലിക് ബിൻ ഹുവൈരിത്ത് റളിയല്ലാഹു അൻഹു 20 ദിവസം ഹബീബിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച മഹാനാണ്. സ്വന്തം നാട്ടുകാരുടെ ഇമാമായി നബി തങ്ങൾ പ്രഖ്യാപിച്ചു മാലിക് ബിൻ ഹുവൈരിത്ത് റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് പഠിക്കുന്ന ആളുകൾ വേണം, ഇൽമ പഠിക്കുന്ന ഒരുപാട് ഹാഫിദീങ്ങൾ. ഇതൊക്കെ അത്ഭുതം. തമീം ഖാന്റെ മക്കള് മോൻ ദാൽഹുദയുടെ പദവി ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയൊരു സന്ദേശമാണ്. അള്ളാഹു നമുക്ക് നിഅമത്ത് തരുമ്പോഴേ മക്കൾ ഭൗതികം മാത്രം പഠിച്ചാൽ മതി, ആയിക്കോട്ടെ, അതൊരു ചോയ്സാണ്. എന്നാലും നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ദീനും കൂടെ പഠിക്കട്ടെ എന്നും ആഗ്രഹിക്കാലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഹാഫിദുകളുണ്ട്. നമ്മുടെ ഈ മഹല്ലിൽ ഒരുപാട് ആളുകൾ ദീൻ പഠിച്ച ആളുകളുണ്ട്, ഭൗതികം മാത്രം പഠിച്ചവരുണ്ട്, രണ്ടും കൂടെ പഠിച്ചവരുണ്ട്. ഇതൊക്കെ വലിയൊരു സൗഭാഗ്യമാണ്, അതൊരു സൗരഭ്യമാണ്. ഒരു പൂന്തോപ്പിൽ വിവിധ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന പോലെ ആ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, തഖ്വയുടെ, ഈമാനിൻ്റെ യാത്ര നമ്മുടെ ഈ മസ്ജിദിൻ്റെ വെളിച്ചം തൂകി നിൽക്കുന്ന സൗരഭ്യം പോലെ എന്നും നമ്മുടെ നാടുകളിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.